ഇന്ന് നവരാത്രി ആരംഭമാണല്ലോ. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ ഒരു കഥ പറയാമെന്ന് വിചാരിക്കുകയാണ്. ലക്ഷ്മി എന്നാൽ ധനമാണ്, സമ്പത്താണ്, ഐശ്വര്യമാണ്. ഈ ലക്ഷ്മി ദേവി നമ്മുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ ആദ്യം ഭഗവാൻ കൂടെ ഉണ്ടാകണം എന്ന് പറയുക. അങ്ങനെ ഒരു കഥയാണ് കേട്ടോ ഇന്ന് പറയുന്നത്. ഒരിക്കൽ ബ്രഹ്മാവ് ലക്ഷ്മി ദേവിയെ ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ പൂജയുടെ സമയത്ത് മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെടാറുണ്ട്, നേദിയൊക്കെ ആവുമ്പോഴേക്കും. പക്ഷെ അന്ന് എന്തുകൊണ്ടോ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെടുന്നില്ല, എത്രയൊക്കെ ശ്രമിച്ചിട്ടും. അങ്ങനെ ബ്രഹ്മാവ് വിചാരിച്ചു, മഹാലക്ഷ്മി ഇത് എവിടെ പോയി എന്ന് വിചാരിച്ചിട്ട് അന്വേഷിച്ചിറങ്ങി കേട്ടോ ലക്ഷ്മി ദേവിയെ. അങ്ങനെ നടന്നു പോകുക. അപ്പൊ ബ്രഹ്മാവിനാണെങ്കിൽ ഓരോ ദിക്കിലേക്ക് ഇങ്ങനെ പോയി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം 4 തലകളുണ്ടല്ലോ, എല്ലാ ദിക്കിലേക്കും നോട്ടം എത്തും. അങ്ങനെ കുറച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ അതാ ഒരു ദിക്കില് മഹാലക്ഷ്മി ഇരിക്കണു. നോക്കിയപ്പോൾ അവിടെ ഒരു സപ്താഹം നടക്കുക. അത് കേൾക്കാനായിട്ട് ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒത്ത നടുക്കായിട്ടാണ് മഹാലക്ഷ്മി ഇരിക്കുന്നത്. അങ്ങനെ വേഗം ബ്രഹ്മാവ് അവിടെ പോയിട്ട് ലക്ഷ്മി ദേവിയെ വിളിച്ചു. പക്ഷെ ലക്ഷ്മി ദേവി തിരിഞ്ഞു നോക്കുന്നൊന്നുമില്ല, കാരണം ഭഗവാന്റെ കഥകളാണ് ആ സപ്താഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ. അത് കേട്ടിട്ട് അതിലിങ്ങനെ മുഴുകിയിരിക്കുക. അപ്പോൾ സ്വന്തം ഭർത്താക്കന്മാരെ കുറിച്ച് ആരെങ്കിലുമൊക്കെ നല്ലത് പറയുകയാണെങ്കിൽ ഭാര്യമാർക്ക് അത് കേട്ടിരിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ. അങ്ങനെ ഭഗവാന്റെ കഥകൾ കേട്ട് അതിലിങ്ങനെ മുഴുകിയിരിക്കുക ലക്ഷ്മി ദേവി. അതുകൊണ്ടാണ് ബ്രഹ്മാവ് വിളിച്ചപ്പോൾ നോക്കാനായിട്ട് കേൾക്കുക പോലും ചെയ്യാഞ്ഞത്. ഈ സപ്താഹം കഴിഞ്ഞിട്ട് തിരികെ പോരാൻ നേരം ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ബ്രഹ്മാവ് അവിടെ നിൽക്കുന്നത് ലക്ഷ്മി ദേവി കണ്ടത് കേട്ടോ. അല്ല ബ്രഹ്മാവേ, എന്താ അവിടെ വന്ന് നിൽക്കണേന്ന് ചോദിച്ചപ്പോഴാണ് ബ്രഹ്മാവ് പറയണത്, ഞാൻ ലക്ഷ്മി ദേവിയെ അന്വേഷിച്ച് വന്നതാണ്, അപ്പോഴാണ് ഇവിടെ ഇരിക്കുന്നത് കണ്ടത് എന്ന് പറഞ്ഞു. അതെ, ഇവിടെ ഭഗവാന്റെ കഥകൾ എന്ത് രസമായിട്ടാ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കേട്ട് ഇരുന്നത് എന്ന് പറഞ്ഞു. പിന്നീടാണ് അത് കഴിഞ്ഞതിന് ശേഷം, ആ സപ്താഹം കഴിഞ്ഞതിന് ശേഷമാണെന്ന് മഹാലക്ഷ്മി ബ്രഹ്മാവിൻ്റെ കൂടെ പോയത്. അപ്പോൾ ഈ കഥയിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലക്ഷ്മി ദേവിയെ നമുക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഭഗവാനെ സ്വന്തമാക്കണം. ഭഗവാനെ ലഭിച്ചാൽ മാത്രമേ ലക്ഷ്മി ദേവി നമ്മുടെ കൂടെ വരുള്ളൂ. കാരണം ഭഗവാന്റെ ആ മാറിടത്തിലാണ് ലക്ഷ്മി ദേവി ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവിയെ നമുക്ക് വേണമെങ്കിൽ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് മഹാലക്ഷ്മി നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ ഭഗവാൻ ആദ്യം നമ്മളെ അനുഗ്രഹിക്കണം. ഭഗവാനെ നമ്മൾ ആദ്യം സ്വന്തമാക്കണം എന്നാണ് ഈ കഥയിലൂടെ പറയുന്നത് കേട്ടോ.